നമസ്കാരം. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചയും ഏകാദശി തിഥിയും ഉള്ള ദിവസമാണ്. പാപമോചിനി ഏകാദശി എന്നാണ് ഈ ഏകാദശിയെ വിളിക്കുന്നത്. ഓരോ ഏകാദശിയും അതിൻ്റെതായ പ്രത്യേകതകൾ മൂലമാണ് ആ ഏകാദശികൾക്ക് ഓരോ നാമങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ കഴിയും, ഈ പാപമോചിനി ഏകാദശി എന്ന് പറഞ്ഞാൽ ഏതൊരുവരാണോ വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ ഭജിക്കുന്നു അവർക്ക് സകലവിധ പാപങ്ങളിൽ നിന്ന് മോചനം നൽകുന്നതാണ്. കൂടാതെ ദുരിതങ്ങൾ മറികടക്കാനും കുടുംബൈശ്വര്യം വർദ്ധിക്കുവാനും ഈ പാപമോചിനി ഏകാദശി വ്രതം ഉത്തമമാണ്. വ്രതം എടുക്കാൻ കഴിയാത്തവർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. കഴിവതും തവണ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടേ ഇരിക്കുക. ദശമിയും ഏകാദശിയും ദ്വാദശിയും അടങ്ങുന്നതാണ് ഏകാദശി വ്രതം. ഇതിൽ ഇപ്രാവശ്യം 2 ദിവസമായിട്ട് ഏകാദശി വ്രതം പറയുന്നുണ്ട്. അതായത് ഇന്ന് പകൽ മുഴുവനായിട്ട് ഏകാദശി തിഥി ഉണ്ട്. നാളെ ഏകാദശി തിഥി രാവിലെ വരുന്നുണ്ടെങ്കിലും മഹാദ്വാദശിയും കൂടെ ചേർന്ന് നാളെയാണ് ഏകാദശി വ്രതം എടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ നാളെയാണ് ഏകാദശി ആചരിക്കാവുന്നതാണ്. എന്ന് വെച്ച് ഇന്ന് ഏകാദശി വ്രതം എടുത്തവർ നാളെയും വ്രതം തുടരണം എന്നല്ല. നാളെയും കഴിയുമെങ്കിൽ അരിയാഹാരം കഴിക്കാതെ മറ്റ് ധാന്യങ്ങൾ കഴിച്ച് നിങ്ങൾ വ്രതം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. കഠിനമായ വ്രതം നാളെ ഉപവാസം എന്ന രീതിയിൽ നാളെ വ്രതം എടുക്കേണ്ട കാര്യമില്ല. അതുമല്ലാതെ ഈ ചൂട് സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാതെയും ഒന്നും അധിക നേരം നിൽക്കാനാകില്ല. അപ്പോൾ അവനവൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് വ്രതം എടുക്കാവുന്നതാണ്. ഇനി ഏതൊരു ഏകാദശിയും വ്രതകഥ പറയുന്നതും കേൾക്കുന്നതും പുണ്യമാണ്. പാപമോചിനി ഏകാദശി വ്രതത്തോടനുബന്ധിച്ചുള്ള വ്രതകഥയാണ് ഞാനിവിടെ പറയുന്നത്. പുരാതന കാലത്ത് ചൈത്രരഥം എന്നൊരു വനമുണ്ടായിരുന്നു. അവിടെ അപ്സരസുകൾ ഷടന്മാരോടൊപ്പം ചുറ്റി നടക്കാറുണ്ടായിരുന്നു. അവിടെ എപ്പോഴും വസന്തകാലമായിരുന്നു. പലതരം സുഗന്ധമുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. ചിലപ്പോൾ ദേവന്മാരും ദേവേന്ദ്രന്മാരും അവിടെ വന്നു പോകാറുണ്ട്. അതേ കാട്ടിൽ ശിവഭക്തനായ മേധാവി എന്ന ഒരു മുനി തപസ്സനുഷ്ഠിച്ചു. ഒരിക്കൽ മഞ്ജുഘോഷ എന്ന അപ്സരസ് അദ്ദേഹത്തിന്റെ തപസ് വിഘ്നം വരുത്തുകയും അപ്സരസിനോടൊപ്പം ഇന്ദ്രിയ സുഖത്തിൽ മേധാവി എന്ന മുനി അനേക വർഷം രാവും പകലും അറിയാതെ കഴിയുകയും ഉണ്ടായി. പലവട്ടം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് അപ്സരസ് ശ്രമിച്ചുവെങ്കിലും മുനി തടയുകയും പിന്നീട് അനേക വർഷം സന്തോഷകരമായ ജീവിതം ജീവിക്കുകയും ചെയ്തു. പിന്നീട് ഒരു നാൾ മഞ്ജുഘോഷ വളരെയധികം നിർബന്ധിക്കുകയും തനിക്ക് പോവുക തന്നെ വേണമെന്ന് പറയുകയും ഉണ്ടായി. അപ്പോഴാണ് തനിക്ക് പറ്റിയ തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലാകുകയും തൻ്റെ തപസ്സിന് വിഘ്നം വരുത്തിയ അപ്സരസിനെ ഒരു മന്ത്രവാദിനിയായി തീരുവാനായിട്ട് ലഭിക്കുകയും ചെയ്തു. ഇതിൽ മനംനൊന്ത് മഞ്ജുഘോഷ പറയുകയുണ്ടായി, നല്ലവനായ ഒരു മുനിയോടൊപ്പം താൻ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് തനിക്ക് ഒരു മന്ത്രവാദിനിയുടെ രൂപത്തിൽ കഴിയേണ്ടി വരുമല്ലോ എന്ന് അതിൽ നിന്ന് തനിക്കൊരു പാപമോചനം നൽകണമെന്ന് മുനിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ച വഴിയാണ് ചൈത്രമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ പാപമോചിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ച് പാപങ്ങളെല്ലാം ഇതിലൂടെ ഇല്ലാതാക്കാവുന്നതാണ് എന്ന്. ആ സമയത്ത് മുനിവര്യനും തോന്നുകയുണ്ടായി, താനും പാപം ചെയ്തിട്ടുള്ളതാണല്ലോ, അതിൽ നിന്ന് എന്താണ് മോചനം കിട്ടാവുന്നതെന്ന് തൻ്റെ പിതാവായ ച്യവന മഹർഷിയോട് കാര്യങ്ങൾ വിശദമായി പറയുകയുണ്ടായി. അദ്ദേഹം നിർദ്ദേശിച്ചതും പാപമോചിനി ഏകാദശിയുടെ കാര്യം തന്നെയാണ്. ഏതൊരു പാപത്തെയും ഇല്ലാതാക്കുവാൻ കഴിയുന്ന വളരെ ശക്തമായൊരു വ്രതം തന്നെയാണ് പാപമോചിനി. അങ്ങനെ ചിട്ടയായി വ്രതം പാപമോചിനി ഏകാദശി വ്രതം നോട്ട് അപ്സരസ് വീണ്ടും മന്ത്രവാദിനിയുടെ രൂപത്തിൽ നിന്ന് അപ്സരസ് വീണ്ടും രൂപം കൊള്ളുകയും സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. മേധാവിയും തൻ്റെ പാപങ്ങളെല്ലാം ഈ വ്രതം എടുത്തതിലൂടെ പാപമോചനം ഉണ്ടാവുകയും ചെയ്തു. ഏകാദശി തിഥിയെക്കുറിച്ചുള്ള പാരണ വീട്ടേണ്ട സമയവും കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം എഴുതി കാണിക്കുന്നതാണ്. ഏകാദശി വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി ഭഗവാനെ ഭജിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഇന്ന് രാത്രിയിലോ ഇല്ലെങ്കിൽ നാളെ രാത്രിയിലായാലും മതി ഞാൻ ഈ പറയുന്ന ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഭഗവാൻ ശ്രീഹരിയുടെ അനുഗ്രഹത്തോടൊപ്പം നിങ്ങൾക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവുന്നതാണ്. ഇതിനായിട്ട് വേണ്ടത് ഒരു കഷ്ണം മഞ്ഞ നിറമുള്ള തുണിയാണ്. ഇനി മഞ്ഞ നിറമുള്ള തുണി ഇല്ലെങ്കിൽ വെള്ള തുണി എടുത്തിട്ട് അതിൽ മഞ്ഞൾ പുരട്ടിയാലും മതി. അതിലേക്ക് 1 രൂപ 5 രൂപയുടെ ഒരു നാണയം വെക്കുക. അതിനു പുറമെ ഒരു 6 ഏലക്കയും 6 ഗ്രാമ്പവും ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം കൂടി അതിനോടൊപ്പം വെച്ച് ഒരു ചെറിയ കിഴി പോലെ കെട്ടി ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുന്നിലായിട്ട് വെക്കാവുന്നതാണ്. ഇന്ന് രാത്രി മൊത്തം അതവിടെ സൂക്ഷിക്കേണ്ടതാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നിങ്ങൾ അത് എടുത്ത് പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ ഇത് സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ സകലവിധ കടങ്ങളും തീർന്ന് നല്ലൊരു സാമ്പത്തിക മുന്നേറ്റത്തിനായിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഭഗവാന്റെ ഈ നാമം കൂടി ചൊല്ലേണ്ടതാണ്. ശ്രീധരം എന്ന ഭഗവാന്റെ അതിശക്തിയാർന്ന ഒറ്റ നാമം നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ആ അഖിലാണ്ട് കൂടി ബ്രഹ്മാണ്ഡ നായകനായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്